സംസ്ഥാനത്തെ ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള ശക്തമായ ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുകയെന്ന് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP. നിലമ്പൂർ മണ്ഡലത്തിലെ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിലെ 181 നമ്പർ ബൂത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ ചെയ്തികൾ അതാണ് ജനം വിലയിരുത്തുന്നത്. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തിൽ എന്തുണ്ടായി? കടം 6 ലക്ഷം കോടിക്ക് വർദ്ധിക്കല്ലാതെ മറ്റെന്തുണ്ടായി? ഇനി ഏത് ഗവൺമെൻറ്റും ഭരിക്കാൻ പറ്റാത്ത രൂപത്തിൽ വലിയ കടബാധ്യത ഉണ്ടാക്കി വെച്ചു. വീണ്ടും ആ കടബാധ്യത ഓരോ കൊല്ലം കൂടുമ്പോൾ കൂടുകയാണ്. അപ്പം അത്ര ആ ചുറ്റുപാടിൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? അറിയുന്നവരാരും. അല്ല, എല്ലാ ഇലക്ഷനിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ തന്ത്രങ്ങളുണ്ടാവും. അതിനെ ഓവർകം ചെയ്യാന്നുള്ളതാണല്ലോ UDF. അവർ രണ്ടും ഒന്നിച്ചു കൂടി നിന്നാലും അവർ വേറെ വേറെ ഡീലുണ്ടാക്കിയാലും ഇതൊക്കെ മനസ്സിലാക്കാത്ത ആൾക്കാരൊന്നുമല്ല കേരളത്തിൽ. അതുകൊണ്ട് അതൊന്നും ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കില്ല. 10 വർഷത്തെ LDF ഭരണത്തിൽ ജനങ്ങൾ കടുത്ത അസംതൃപ്തിയിലാണെന്നും അതിന്റെ പ്രതിഫലനം വോട്ടെടുപ്പിൽ പ്രകടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2021 കോവിഡും പ്രളയവും ഉയർത്തിക്കാട്ടിയാണ് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത്. എന്നാൽ ഇക്കുറി കേരളത്തിൽ UDF തരംഗമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ കടബാധ്യത 6 ലക്ഷം കോടിയായി വർദ്ധിച്ചതല്ലാതെ കഴിഞ്ഞ 10 വർഷത്തിനിടെ വികസനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വരും സർക്കാരുകൾക്ക് ഭരിക്കുവാൻ പോലും സാധിക്കാത്ത വിധം വലിയ കടക്കെണിയിലേക്കാണ് കേരളത്തെ എത്തിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ പല തന്ത്രങ്ങളും മെനയുമെന്നും എന്നാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്നും തിരഞ്ഞെടുപ്പ് ഫലത്തെ ഇതൊന്നും ബാധിക്കില്ലെന്നും UDF വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Pure Gold. SS Group, Nilambur.